ഹലോ മൈ ഡിയർ ഡ്രീം ലൈഫ് മാനിഫെസ്റ്റേഴ്സ്. വർഷത്തിലൊരിക്കൽ മാത്രം ചെയ്യാൻ സാധിക്കുന്ന മാനിഫെസ്റ്റേഷൻ മെത്തേഡുമായിട്ടാണ് ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ എത്തിയിട്ടുള്ളത്. നാളത്തെ ദിവസം 11/11 പോർട്ടലാണ്. നാളത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ ജീവിതത്തിലെ എന്ത് ആഗ്രഹങ്ങളുണ്ടോ അതെല്ലാം നേടിയെടുക്കാൻ വേണ്ടി പ്രപഞ്ചം നമുക്ക് അനുകൂലമായി നമ്മളോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഒരു ദിവസമാണ് നാളെ 11/11 എന്ന ദിവസം. 11/11/2024. 11/11 എന്നുള്ളത് ഒരു സ്പെഷ്യൽ ഡേ ആണ്. ആഗ്രഹങ്ങളെല്ലാം സാധിക്കാനുള്ള സ്പെഷ്യൽ ഡേ ആണ്. സിമ്പിളായി നിങ്ങൾക്ക് ആഗ്രഹങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി യൂണിവേഴ്സ് അനുവദിച്ചു തന്ന ദിവസം 11/11/2024. 11/11 എന്നുള്ളത് ഒരു ഏഞ്ചൽ നമ്പറാണ്. 1 എന്നത് സൂര്യനെയാണ് റിലേറ്റ് ചെയ്യുന്നത്. ഈ യൂണിവേഴ്സ് നമ്മളോടൊപ്പം ഉണ്ട് എന്നത് സൂചിപ്പിക്കുന്നതാണ് 11/11 എന്നുള്ളതൊക്കെ ഇടയ്ക്ക് നമ്മൾ കാണുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇനി നിങ്ങൾക്കും കാണാവുന്നതാണ്. ആരെങ്കിലും ഇതുവരെ 11/11 എന്ന സമയം കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്കൊന്ന് ചെയ്തു നോക്കാവുന്നതാണ്. ഇടയ്ക്കൊക്കെ ഒന്ന് നിരീക്ഷിക്കുക. അപ്പോ പല സ്ഥലങ്ങളിലായിട്ട് നമുക്ക് 11/11 എന്ന നമ്പറായിട്ട് കാണാവുന്നതാണ്. ഇത് നിങ്ങൾ സിൻസിയർ ആയിട്ട് വളരെയധികം യൂണിവേഴ്സിനെ വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നാളെ ഏറ്റവും നല്ല ദിവസമാണ്. ഇനി നാളത്തെ ദിവസം നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളത് പറഞ്ഞു തരാം. നമ്മൾ എഴുതുന്ന സമയത്ത് നമുക്ക് ഒരു ബുക്കിൽ എഴുതുകയാണ് ഏറ്റവും നല്ലത്. കാരണം ആ ബുക്ക് നമ്മുടെ കയ്യിൽ 11 ദിവസം കയ്യിൽ ഉണ്ടായിരിക്കണം. അതുകൊണ്ട് തന്നെ ഒരു ബുക്കിൽ എഴുതാൻ ശ്രമിക്കുക. ഇനി എഴുതാൻ ഉപയോഗിക്കുന്ന പെന്നിന്റെ കളർ ഗ്രീൻ അല്ലെങ്കിൽ ബ്ലൂ ആയിരിക്കണം. ഒരു കാരണവശാലും ബ്ലാക്ക് കളർ ഇങ്ക് പെൻ ഉപയോഗിക്കരുത് കേട്ടോ. എല്ലാം ചെയ്യേണ്ട സമയത്തെ കുറിച്ച് പറയാം. 11 AM to 11:59 AM വേണം, അല്ലെങ്കിൽ 11 PM to 11:59 PM. ഇത് ഏതെങ്കിലും ഒരു സമയത്തായിരിക്കണം നമ്മൾ ചെയ്യണത്. അതുപോലെ തന്നെ നമ്മൾ ഇത് എഴുതുന്നതിന് ഏറ്റവും ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത് 11:11 AM അല്ലെങ്കിൽ 11:11 PM ആണ്. ഇനി എങ്ങനെ എഴുതാം അതാണ് ഇനി പറയാൻ പോകുന്നത്. നമ്മൾ എല്ലാവരും എപ്പോഴും പറയേണ്ടത് നമ്മുടെ ആഗ്രഹങ്ങൾ സാധിച്ചു കിട്ടിയതായിട്ട് വേണം എപ്പോഴും പറയാനായിട്ട്. എപ്പോഴും അഫേം ചെയ്യേണ്ടത് അങ്ങനെയാണ്. അപ്പോ ആഗ്രഹങ്ങൾ സാധിച്ചു കിട്ടിയതിന് നന്ദി എന്നാണ് എഴുതേണ്ടത്. ഉദാഹരണമായിട്ട് ഞാനൊരു ജോലിയാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ഒറ്റ വാചകത്തിൽ വേണം അത് എഴുതാൻ. ഞാൻ ആഗ്രഹിച്ച ഇന്ന ജോലി, ഏത് ജോലിയാണെങ്കിൽ ആ ജോലി ലഭിച്ചതിന് നന്ദി. ഇങ്ങനെ വേണം എഴുതാനായിട്ട്. അപ്പോ നമ്മുടെ ആദ്യത്തെ ആഗ്രഹം 11 തവണ വേണം എഴുതാനായിട്ട്. നമുക്ക് എമർജൻസി ആയിട്ട് നടത്തേണ്ട 2 ആഗ്രഹങ്ങൾ നമുക്ക് സെലക്ട് ചെയ്യാം. ആദ്യത്തെ ആഗ്രഹം 11 തവണ എഴുതിയതിനു ശേഷം താങ്ക് യു താങ്ക് യു താങ്ക് യു എന്ന് എഴുതാൻ മറക്കരുത്. അതിനുശേഷം രണ്ടാമത്തെ ആഗ്രഹവും 11 തവണ എഴുതാൻ ശ്രമിക്കുക. ഇത് നമുക്ക് ഒന്നുകിൽ രാവിലെയോ അല്ലെങ്കിൽ രാത്രിയോ എഴുതാം. 11 തൊട്ട് 11:59 എന്ന സമയത്തിന്റെ ഉള്ളിൽ. അത് രാവിലെയോ രാത്രിയോ നിങ്ങൾക്ക് എഴുതാം. ഏറ്റവും നല്ല സമയം 11:11 എന്നതാണ്. രണ്ടാമത്തെ ആഗ്രഹവും എഴുതി കഴിഞ്ഞതിന് ശേഷം ഏറ്റവും അവസാനം നമ്മൾ താങ്ക് യു താങ്ക് യു താങ്ക് യു എന്ന് വേണം എഴുതാൻ. ഇത് നമ്മൾ ആ ബുക്കിൽ തന്നെ സൂക്ഷിച്ചു വെക്കുക. ഇനി ഇത് നമ്മൾ എത്ര നാള് നമ്മുടെ കയ്യിൽ വെക്കണം എന്നുള്ളതാണ്. ചില ആളുകൾക്ക് വേഗം വേഗം മാനിഫെസ്റ്റേഷൻസ് നടക്കും, ചില ആളുകൾക്ക് മാനിഫെസ്റ്റേഷൻസ് നടക്കാൻ വൈകും. പക്ഷെ നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങൾ ഇത് ഗിവ് അപ്പ് ചെയ്യരുത്. കാരണം നമുക്ക് അവസരങ്ങൾ എപ്പോഴാണ്, നമ്മുടെ ആഗ്രഹങ്ങൾ നടത്തിയെടുക്കുന്നത് എപ്പോഴാണ് എന്നൊന്നും പറയാൻ പറ്റില്ല. നമ്മുടെ ആഗ്രഹങ്ങൾ സിൻസിയർ ആണെങ്കിൽ എന്തായാലും ആ ആഗ്രഹം നടന്നിരിക്കും. ഈ എഴുതിയത് 11 ദിവസത്തിന് ശേഷം നമ്മുടെ ബുക്ക് സൂക്ഷിച്ചു വെക്കാൻ പറഞ്ഞു. ആ ബുക്ക് നമുക്ക് 3 മാസത്തിന് ശേഷം, നിങ്ങൾക്ക് ചിലപ്പോൾ അതിന്റെ ഉള്ളിൽ തന്നെ ആഗ്രഹങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരിക്കും നിങ്ങൾ എഴുതി വെച്ചത്. ഇനി നിങ്ങൾക്ക് ആഗ്രഹങ്ങൾ നടന്നോ ഇല്ലേ എന്നുള്ളതൊന്നും നോക്കണ്ട. നിങ്ങൾ ആ പേപ്പർ കത്തിച്ച് ഊതിക്കൊണ്ട് യൂണിവേഴ്സിലേക്ക് പറത്തിവിടുക.
ഇത് നമ്മൾ യൂണിവേഴ്സിനെ ഏൽപ്പിക്കുകയാണ് നമ്മുടെ ഈ രണ്ട് ആഗ്രഹങ്ങൾ. ചില ആളുകൾക്ക് മാനിഫെസ്റ്റേഷൻ വളരെ വേഗത്തിൽ സംഭവിക്കും, പക്ഷെ ചില ആളുകൾക്ക് മാനിഫെസ്റ്റേഷൻ ഡിലേ വരുന്നത് കൊണ്ട് നിങ്ങൾ ഒരു കാരണവശാലും വിഷമിക്കേണ്ട. നിങ്ങൾ ഇത് യൂണിവേഴ്സിലേക്ക് ഇട്ടുകൊടുക്കുകയാണ്. നിങ്ങൾ എന്നിട്ട് നിങ്ങളുടേതായ കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തുക. നിങ്ങൾ കൊടുത്ത ആ ആഗ്രഹങ്ങൾ 100% നിങ്ങൾക്ക് അത് നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ തന്നെ നടക്കും. അത് ഉറപ്പാണ്. നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം നടന്നു കഴിഞ്ഞാൽ നമ്മളുടെ ഈ വീഡിയോന്റെ താഴെ കമന്റ് ചെയ്യുക. നമ്മുടെ ഒരു വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് ഉണ്ട്. അവിടെ ഒരുപാട് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ചർച്ച ചെയ്യപ്പെടുന്നത്. നിങ്ങൾക്ക് ആ ഗ്രൂപ്പിന്റെ ഭാഗമാവാം. ഒരുപാട് മോട്ടിവേഷൻസും അതുപോലെ തന്നെ കോഴ്സുകളും ഒക്കെ ലഭിക്കുന്ന ഒരു വാട്സപ്പ് കൂട്ടായ്മയാണ്. നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. എല്ലാവർക്കും എല്ലാ നന്മകളും ഉണ്ടാകട്ടെ. യൂണിവേഴ്സൽ ബ്ലെസ്സിങ്സ്. താങ്ക് യു.